ഇത് അജേറിനൊരു വ്യത്യസ്തമായിട്ടുള്ള സാധനം പറഞ്ഞുതരാം. അവൻ തന്നെ പേരിട്ടു മെക്സിക്കൻ ചിക്കൻ. പച്ചമുളക് ഒരു 10-12 എടുക്കാൻ പറഞ്ഞത്. ഇതാണ് ഇതിലേക്കുള്ള ആകെയുള്ളൊരു മസാല എന്ന് പറയാനായിട്ട്. ഇതെന്താവും എന്ന് വിചാരിച്ചിട്ട് അജേട്ടൻ വിചാരിക്കില്ല. മീതെ വെതർന്നു ചൂടുള്ള പൊറോട്ടന് വാങ്ങിച്ചു കൊടുക്കുന്നത് സമയല്ലേ. വലിച്ചു പൊട്ടിച്ചു ചേട്ടൻ. നല്ല രസമുണ്ട് പറഞ്ഞ പോലെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പാചകമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരീരത്തെ പിടിച്ചേ നമ്മുടെ താമരശ്ശേരി ചുരല്ലേ, ആ ചുരത്തിൻ്റെ അവിടെയുള്ള ഷാജിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് കേട്ടോ. അത് ഖത്തറിലാണ്. അപ്പോൾ ഷാജിർ പറഞ്ഞു എന്ന് ഈ മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പാചകമല്ല നമ്മൾ ചെയ്യുന്നത് സാധാരണ. അപ്പോൾ ഇത് അജേറിനൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനം പറഞ്ഞുതരാം. ഞങ്ങൾ കൂട്ടുകാരന്മാരൊക്കെ വെക്കുന്നതാണ്, വീട്ടിലുള്ളവർക്ക് വെച്ച് കൊടുക്കുന്നതാണ്, അവൻ ഇടയ്ക്ക് വെച്ച് കഴിക്കുന്നതാണ്. അവൻ തന്നെ പേരിട്ടു മെക്സിക്കൻ ചിക്കൻ. മെക്സിക്കായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ? എനിക്കറിയില്ലേ, ഞാൻ മെക്സിക്കൻ ചിക്കൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. വളരെ മെക്സിക്കോ എന്നൊക്കെയുള്ള ആളുകളുണ്ട് നമ്മുടെ വ്യൂവേഴ്സ്. അവരിത് കണ്ടിട്ട് പറയും ഇതിന് അവിടത്തുമായിട്ട് വല്ല കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ആള് അങ്ങനത്തെ ഒരു പേരിട്ടു അല്ലേ. ഇത് ഗ്യാസ് അടുപ്പിലാണ് വെക്കുക. നമ്മൾ ചട്ടിയിൽ നമ്മുടെ ഈ അടുപ്പിൽ വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് മലയാളീകരിച്ചു അല്ലേ ഒന്നും കൂടി. അതെനിക്കറിയില്ല. അവൻ അല്ല കോഴി കാണിച്ചു കൊടുക്കണ്ടേ. കോഴി ഇതാണ്ട കോഴി സാധാരണ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കിലോന്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് സിമ്പിളായിട്ടുള്ള സാധനമാണ്. മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഒന്നുമില്ല. അത് കാരണം ഇത്തിരി ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചു കേട്ടോ. ചട്ടിന്ന് ചൂടാട്ടെ. അല്ല ചേട്ടൻ അവിടെ നിന്ന് ഉണങ്ങി കുറച്ച് വിറക് കൊണ്ടുവന്ന് ചൂടാ ചേട്ടൻ. ഇല്ല ഇത് കത്തൂലോ. അടുത്തോല്ലാകുമ്പോഴേക്ക് ഈ വിറകൊക്കെ അടി അല്ലപ്പോഴും കഴിയൂല്ലേ. കുറച്ച് വിറക് വാങ്ങി വെക്കാം. കെട്ട് വിറക് വാങ്ങിക്കാം. നീ വേണമെങ്കിൽ കസാരിട്ട് ഇത് പിടിക്കേ. നീ ഇങ്ങനെ നിൽക്കണ്ട പടി പോലെ. ഈ സാധനം 2 അന്ന് വാങ്ങിച്ചിരുന്നെങ്കിലോ എനിക്കിങ്ങനെ വടി പോലെ. ഇതിപ്പോ ആവശ്യമുള്ളതല്ലേ ഇതൊക്കെ. ഒക്കെ എടുത്തോ. വളരെ സിമ്പിളായിട്ട് സാധനം കേട്ടോ. അവിടെ നിന്ന് തന്നെ ഇപ്പൊ ഉപകാരമില്ല. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ പച്ചമുളകില്ലേ ഒരു സ്വല്പം വെള്ളം ചേർത്തിട്ട് കട്ടിയിൽ അരച്ചു കൊണ്ടുവരിക. പിന്നെ ഒരു 10-12 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത്തിരി അല്പം ഉള്ളി കൂടുതലെടുത്തിട്ടുണ്ട്. അത് ഒരു നുള്ളു ജീരകം ചേർത്തിട്ട് അരച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇത് രണ്ടും വേറെ ആയിട്ട് അരച്ചു കൊണ്ടുവരാം. ഈ സാധനം എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഇതിലേക്ക് വെച്ചോ. എന്നിട്ട് ഇത് അരിക്ക് കെട്ടണം. എന്നിട്ട് ഞാനിത് അരച്ചിട്ട് വരാം. എന്താവും എന്നുള്ളത് കണ്ടറിയാൻ അരച്ചു വരുമ്പോഴേക്കും ഞാൻ തുടങ്ങട്ടെ ഇവിടെ പാചകം. തുടങ്ങിക്കോളൂ. അങ്ങനെയാണ് എൻ്റെ മയക്കുന്നത്. രാജികത്ത് ഇത് പുകയുടെ ശല്യം ഉണ്ട് കേട്ടോ. അത് മാറ്റാം. നമ്മുടെ ചട്ടി ചൂടായി. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാകും കേട്ടോ. മെക്സിക്കൻ ചിക്കൻ എന്തെങ്കിലും മെക്സിക്കാർ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയെന്ന് എല്ലാവർക്കും അറിയാം. ആവട്ടെ, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മളങ്ങനെ ചെയ്യുന്നത് മാത്രം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പം പറഞ്ഞത് കാണുമ്പോൾ നിങ്ങൾക്ക് അജേറിന് ചിലപ്പോൾ പറയുന്നത് കേൾക്കുമ്പോഴേ വലിയ പിടുത്തം തോന്നിക്കില്ല. ഇപ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മളിത് വെക്കുന്നത് കേട്ടോ. പരീക്ഷണമാവാലോ. ഇത് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഒരു 4 ഏലക്കായ 2-3 കറുവപ്പട്ടര ഇത് പിന്നെ 2 ബേ ലീഫ് ഇടണം കേട്ടോ. ഇതാണ് ഇതിലേക്കുള്ള ആകെയുള്ളൊരു മസാല എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ എടുത്ത് വയ്ക്കണം കേട്ടോ. നമ്മുടെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചട്ടിയിലായ നമുക്ക് കൺട്രോൾ കിട്ടില്ലല്ലോ തീൻ്റെ ഒരു അളവ്. ഇതൊന്ന് ആയിട്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇടണം കേട്ടോ. ചിക്കൻ സാധാരണ കഷ്ണങ്ങളായിട്ട് തന്നെ ഇടും കേട്ടോ. നന്നായി ഇളക്കാം. ഇനി സരിത കൊണ്ടുവരുന്ന പച്ചമുളക് ഇതിലേക്ക് ആക്കണം. സരിത കൊണ്ടുവരുന്നില്ലേ നോട്ടെ. ഒരു മിനിറ്റ് ഞാൻ പോയി എടുത്തിട്ട് ഓടി വന്നാലോ. സരിത 2 മരയ്ക്കാൻ നിന്നു. പച്ചമുളക് അരച്ചു, ഉള്ളി അരച്ചു. അങ്ങനെ നമ്മുടെ ഈ ചിക്കനിലേക്ക് നമ്മുടെ ഈ പച്ചമുളക് ചേർക്കാൻ പോകണം കേട്ടോ. അല്ലേ, അരച്ച പച്ചമുളക് ചേർക്കാൻ പോകണം. ഇതാണ് ഇതിലത്തെ ആകെയുള്ള ഒരു എരിവ് എന്ന് പറയാൻ സാധനം കേട്ടോ. അല്ല നമ്മളിപ്പോൾ സരിത മറ്റേ ഇറച്ചിയൊക്കെ വാങ്ങിക്കില്ലേ, അല്ല ഈ KFC ഒക്കെ വാങ്ങിക്കുമ്പോൾ വെളുത്ത സാധനമല്ലേ. അപ്പോൾ ഈ മസാലയൊക്കെ വേറെ ചേർത്തിട്ടാണ് ചിലത്.
അപ്പോൾ ഈ പച്ചമുളകിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇനി അല്പം വെള്ളം ഒഴിക്കാം കേട്ടോ. അല്പം വെള്ളം ഒഴിക്കാം. അല്പം വെള്ളം ഒഴിക്കുന്നു കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടോ. അപ്പോൾ നോക്കി നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് ഒരു 5 മിനിറ്റായി. വെള്ളം ഒഴിച്ചിട്ട് 5 മിനിറ്റായി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഉരുളക്കിഴങ്ങ് നോക്കിയാൽ 1 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് വട്ടത്തിലരിയുന്നത് പറഞ്ഞിട്ടുണ്ട്. സ്ലൈസായിട്ട് വട്ടത്തിൽ. ഭയങ്കര കനം ഇത്തിരി കൂടി കനത്ത് അത്രയ്ക്ക് കഴിക്കുക. വട്ടത്തിൽ കൈ മുറിക്കണ്ട അവിടെ തരുതേ. ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രം മുറിക്കണുള്ളൂ. കരിനാവുന്നല്ല കേട്ടെ. നമ്മുടെ ഉരുളക്കിഴങ്ങ് വട്ടത്തിലരിഞ്ഞു. അത് നമുക്ക് ഇതിൽ മുകളിൽ നിരത്താനാ പറഞ്ഞോളൂ. ഇത് ചിക്കൻ്റെ മുകളിൽ ഉപ്പൊക്കെ ഇട്ടാ ഉപ്പിടാൻ പോണു. നെക്സ്റ്റ് ആണ് ഉപ്പിടുന്നത് പരിപാടി. എന്തിനാകുമ്പോ എന്തോ നമ്മൾ ആരും ഇതുവരെ ചെയ്യാത്തൊരു സാധനമല്ല ഇത്. തീ വളരെ കുറവല്ല, കത്താൻ പാടുള്ളൂ തോന്നുന്നുണ്ട് കേട്ടാ. തീ കുറയ്ക്കാം. സരിത 2 വിറക് പിന്നിലേക്ക് ഒലിപ്പിച്ചാലോ. തീ ഭയങ്കര കൂടുതലപ്പോ തോന്നുന്നു. അങ്ങനെ ചെയ്യില്ല, ഉരുളക്കിഴങ്ങ് നിരത്തണം. അപ്പം ഷാജിറ നിൻ്റെ കൂട്ടാൻ ഞാൻ വെക്കുന്നു കേട്ടാ. ഇതെന്ന് പറഞ്ഞിട്ടുള്ളതാ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അവൻ മെയിലയക്കുക ചെയ്ത. ആ ചേട്ടൻ ഒരു റെസിപ്പി പറഞ്ഞു തരട്ടെ, വെക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ വിൽക്കാലോ, നമുക്ക് ഇഷ്ടം പോലെ പറഞ്ഞു തരുമല്ലോ. അങ്ങനെ വെച്ചു. നീ ഉപ്പിടണം കേട്ടോ. എനിക്ക് മൂടി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഓർമ്മയില്ലേ. മൂടി വയ്ക്കാൻ പറയില്ല തോന്നുന്നു. നമ്മൾ ഉപ്പിടുന്നു കേട്ടോ. ഉപ്പാവുള്ളൂ. അത് കുറച്ച് മറിച്ചിടും. ഇപ്പോൾ നമ്മളേ ഇപ്പം മറിച്ചിടും. അത് ഇളക്കില്ലെങ്കിൽ അടി പിടിക്കില്ലേ. അതല്ല ഇപ്പം ഈ ഉപ്പ് ഉരുളക്കിഴങ്ങ് മാത്രമല്ല പിടിച്ചു കൊടുക്കുന്നു. അതൊരു ഭംഗിക്ക്, അത് ഭംഗിക്ക് വെച്ചോണ്ടാണ്. നല്ല ഭംഗിയുണ്ടെന്ന് ഇത് കാണാൻ. ഇതിപ്പോൾ മറിച്ചിടാൻ പോകുന്ന തേങ്ങ. ഇപ്പം നിങ്ങൾക്ക് സമാധാനമായ ആർക്ക് ഇനി ചെറിയ തീയില്ലാണ്ട് ആവട്ടെ. ചതച്ചു. എന്താ ഞാനേ എരിവ് കഴിക്കപ്പെടുന്ന എടുത്തോന്നല്ലോ. പെട്ടു. അയ്യോ ചുണ്ടൊക്കെ നീർ തുടങ്ങി. സരിത മിളക് അരച്ച കൈ കൊണ്ട് മുഖം തുടച്ചു. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു 5-8 മിനിറ്റ് ആയിട്ടാ. നല്ല ഒരു തീ തിരീശ കത്താൻ പാടുള്ളൂ. അതെ അല്ല മൂടി വയ്ക്കുന്നുണ്ട് കുറച്ചു നേരം. തീ കുറേശ്ശല്ല കത്താൻ പാടുള്ളൂ. അതാ ഒരു ചർട്ടിട്ടു തേങ്ങ. അത് എന്തിനുണ്ടായിന്നറിയോ? എന്തിനു ചിരട്ടിട്ട് കഴിഞ്ഞാൽ നന്നായി പാളി കത്തുന്ന് അറിഞ്ഞൂടെ? കഴിഞ്ഞു അതിൻ്റെ കൂത്ത് കഴിഞ്ഞു. ഇനി പതുക്കെ കത്തുള്ള പുകയോടുകൂടി. അതൊരു 80% വേവാകുമ്പോൾ നമ്മൾ സാധനം സെറ്റാക്കി വയ്ക്കണം. ഇത് ഒരു 1.25 നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും ചേർത്തിട്ടുള്ള ഇതാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ അധികം വെള്ളം ഒഴിക്കാണ്ട് വേണം, കട്ടി പാല് വേണം. അപ്പം അതിലേക്ക് നമ്മുടെ ഈ ഉള്ളിയും ജീരകം അരച്ചില്ലേ അതിലേക്ക് ചേർക്കാം. അതിപ്പോഴാ ചേർക്കാം. അത് 80% വേവാറായി തുടങ്ങി. ഒന്നുമില്ല, ഇളക്കി വയ്ക്കാം. 80% വേവാകുമ്പോൾ വേണം അത് ചേർക്കാൻ. ഇതിപ്പോൾ ഒരു മട്ടൺ സ്റ്റൂ പോലെയൊക്കെയുള്ള ഒരു ഇത് തോന്നില്ലേ? മട്ടൺ സ്റ്റൂ കുരുമുളക് പൊടിക്കല്ലേ ചേർക്കാം. മട്ടൺ സ്റ്റൂ നമുക്കറിയില്ല. വെള്ള കളറിൽ വയ്ക്കുന്നത് ഇവിടെ അച്ഛൻ വെച്ചിട്ടുണ്ട് ഒരു വട്ടം. ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്കതിങ്ങനെ വെള്ള കളറിൽ ഇരിക്കുന്ന കഴിക്കാൻ തോന്നില്ല. ഇത് വെള്ള കളറിൽ ഈ മറ്റേ ചിക്കൻ മറ്റേ വിദേശികളൊക്കെ വയ്ക്കുന്ന ചില ഇതുകളൊക്കെ വെള്ള കളറിലല്ലേ ഇറച്ചി ഉള്ളിലത്തെ ഫുള്ള്. അവർ വെറുതെ ഇത്തിരി ഉപ്പ് വെതറും കുരുമുളക് പൊടി വെതറി കഴിഞ്ഞു. നമുക്ക് തുറക്കട്ടെ. വേവ് 80% ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നാളികേരം പാൽ ഒഴിക്കാം. നാളികേരം പാല് ഒഴിക്കണം കേട്ടോ. എന്താവോ അതാണ് അവൻ പറഞ്ഞത്. ഇതെന്താവും എന്ന് വിചാരിച്ചിട്ട് ആ ചേട്ടൻ വിചാരിക്കണ്ട. അങ്ങനെയാണ് പറഞ്ഞത്. ഇതിന് തിളച്ച് കുറുകണം. അപ്പോൾ നമുക്ക് മൂടിടാം. കുറച്ചതിൻ്റെ ഉപ്പ്. അയ്യോ നാളെ പാൽ വെച്ച് മൂടിട്ടാ തിളച്ച് പോവും. അയ്യോ മൂടണ്ട. അപ്പോൾ ഇനി മൂടണ്ട ചേട്ടാ. തിളക്കി മൂടി വയ്ക്കാം. ഇതിന് പാത്രങ്ങളൊന്നും അധികം ഇല്ല അല്ലേ? ഒരു പാത്രങ്ങളും ഇല്ല. വളരെ ഇഞ്ചി വെളുത്തുള്ളി സബോള നന്നായി കരിയില് തക്കാളി അങ്ങനെയൊന്നും ഇല്ലല്ലോ. സുഖല്ലേ? മതി. അതെ, പൊറോട്ടയൊക്കൊപ്പം കഴിക്കാൻ അടിപൊളി എന്ന് പറഞ്ഞേട്ടാ. ഇനിയിപ്പോ പൊറോട്ട വാങ്ങിക്കണ്ട. നമുക്ക് വെറുതെ കഴിച്ചു വയ്ക്കാൻ അറിയാലോ നമുക്ക്. അല്ല, ഇത് ജഗ്ഗു കാണുന്ന ഒരു ചാനലുണ്ട്. അതിൽ ആയും തന്നെ അയാള് കത്തിങ്ങനെ എറിയും.
എന്നിട്ടാണ് പാചകം തുടങ്ങുക. ഷൂട്ട് എറിയാൻ പോവാണോ? ഞാൻ മാറിപ്പോട്ടെ ദൈവമേ. അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലടാ. ആ യെസ്. അതിട്ടത് ചാർലിക്ക് ഇഷ്ടമില്ല. അല്ലല്ല, ആ തമിഴുണ്ട് അവിടെ പണിയുണ്ട് അണ്ണൻ. ആ അവിടെ അല്ലേ വണ്ടിയിൽ കൊണ്ട് വേസ്റ്റ് കൊണ്ടിടൽ കഴിഞ്ഞിട്ടില്ലേ അണ്ണൻ്റെ? നല്ല ഉഷ്ണുണ്ട് കേട്ടാ. അത് ഈ മല്ലിയില നരിഞ്ഞ സരിത അറിയാലോ. മല്ലിയില വേണം കേട്ടാ. മല്ലിയില കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് മല്ലിയില ഇടുന്നു പറഞ്ഞിട്ടുണ്ട്. മല്ലിയിലും വേപ്പലും അത് വേണല്ലേ? അത്രയ്ക്ക് എടുത്താൽ അതിൻ്റെ തണ്ട് കുറച്ച് കളഞ്ഞോ. തണ്ട് വേണ്ട. അത് തന്നെ അത് കളഞ്ഞോ. ഇനി ബാക്കിൽ അരിഞ്ഞിട്ട് അതേ മെക്സിക്കൽ ഈ വേപ്പലി ഉണ്ടാവില്ലല്ലോ, വെളിച്ചെണ്ണ ഉണ്ടാവില്ലല്ലോ, ബാക്കിയൊക്കെ ഉണ്ടാവും വിചാരിച്ചോ. അപ്പൊ ആളെന്താ മെക്സിക്കൻ തന്നെ പേരിടാൻ കാരണം? വല്ല ആഫ്രിക്കന്നാ അന്റാർട്ടിക്കന്നാ ഒന്നും എന്താ പേര് കൊടുക്കാണ്ട് മെക്സിക്കൻ തന്നെ ഇട്ടാവോ ചോദിക്കാം ഞാൻ. അത് തിളക്കണ്ട്. ചേട്ടന് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുള്ള രാജ്യം ഏതാ? നേരിട്ട് പോയി കാണണമെന്ന് നേരിട്ട് കാണുന്ന ആഗ്രഹം സ്വിറ്റ്സർലൻഡാ. എന്നോടാണോ ചോദിക്കുന്നത്? എനിക്കങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, ഇപ്പോൾ മറന്നുപോയി. അപ്പൊ നിലവിൽ ചേട്ടന് ആഗ്രഹങ്ങളില്ല വേറെ രാജ്യമൊന്നും കാണണം? രാജ്യം കാണണം ആഗ്രഹം. എൻ്റെ അടുത്ത് കല്യാണം ഉറപ്പിച്ചിരിക്കും പറഞ്ഞതാ. എല്ലാ കൊല്ലവും ഓരോ രാജ്യം ടൂറ് രാജ്യങ്ങളുടെ ഭൂപടം കാണിച്ചു കൊടുക്കണം. യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാരണം എന്നിട്ട് പറയാ, തൊട്ടടുത്തുള്ള ശക്തൻ തമ്പുരാൻ പാലസ് വരെ അതിന് ചേട്ടൻ കൊണ്ടുപോയി കാണിച്ചത്. തൃശ്ശൂരുള്ളത് വേൾഡ് ടൂർ കൊണ്ടുപോണ ആള് മലമ്പുഴ കാണിച്ചില്ലേ? മലമ്പുഴ അധോലോകത്തിന്റെ കൂടുതൽ നടന്ന കാരണം മലമ്പുഴ പോക്ക് നടന്നു. എന്തൊരു ഭംഗിയാ. ഉപ്പ് നോക്കല്ല തരുതാ നീ. അതെന്താ എന്നോട് ചോദിക്കണം? ചേട്ടൻ നോക്കിക്കൂടെ? ഉപ്പ് കുറവായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. ഉപ്പില്ല, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉപ്പ് ആഗിരണം ചെയ്യും. അങ്ങനെയല്ല, വളരെ കുറവ് ഉപ്പ ചേട്ടൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇത്ര അധികം നാളെ പാൽ ഒഴിച്ചില്ലേ? ഇളക്കണ്ട അത് നന്നായി അത് തിളച്ച് മറയട്ടെ. നമ്മുടെ ഇതൊന്ന് വെറുതെ ഇളക്കാട്ടെ നമുക്ക്. കുറുക്ക് പോലെ ഇളങ്ങി അല്ല, കുറുക്കല്ല, ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടാ. കുറുകി വരട്ടെ. അയ്യോ ഉപ്പ് നോക്കട്ടെ ഞാൻ. നല്ല പുകയുണ്ടല്ലോ താങ്ങിയ. ഉപ്പ് ഇത്തിരി മണി ഇടാം. ആ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ സ്വല്പം പൊടി ചേർക്കാം. സരിത ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഇപ്പം നോക്കിയാൽ ചാറ് കുറുകി വരുന്നേട്ടാ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം. അപ്പം നമ്മുടെ ഇത് ഒരുവിധം കട്ട് ചെയ്ത് കണ്ട നോക്കിയാൽ ചാറ് നോക്കിയാൽ നല്ല കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് നിർത്താൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മല്ലിയിലും കറിവേപ്പിലയും ഇടാനാണ് പറഞ്ഞു പോണത്. അപ്പോൾ മല്ലിയില മീതെ വെതർന്നു. അയ്യോ ഇത് മല്ലിയില കൂടിയില്ല, കുഴപ്പമില്ലല്ലോ, അടിപൊളി മല്ലിയില. എന്താ അല്ല കൂടിയപ്പോ ചേട്ടൻ അതിനെ പോസിറ്റീവാക്കി. അടിപൊളി മല്ലിയിലാണ്, അതുകൊണ്ട് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. കറിവേപ്പില ഇതിപ്പോ ചിക്കൻ സ്റ്റ്യൂ എന്ന് പറയാൻ തോന്നുന്നു അല്ലേ? ഭയങ്കര രസമായിട്ടില്ല കാണാനായിട്ട്. ഇനി നമുക്ക് ഇറക്കാം. ഇനിയിപ്പോൾ അതിൽ ചൂടുകൊണ്ടേ ചട്ടിയിൽ ചൂടുകൊണ്ട് ഇത്തിരി കട്ടിയാക്കും കൂട്ടാൻ. അപ്പോൾ നമുക്ക് ആ ചട്ടി മറ്റേ സാധനം എടുത്ത് വെച്ച് തരുന്നടിയിൽ അതന്നെ തീരിടാം. അങ്ങനെ ചിക്കൻ മെക്സിക്കൻ ചിക്കൻ അല്ല, മെക്സിക്കൻ ചിക്കൻ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ രാജേഷില്ലേ പൊറോട്ട വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊറോട്ടത്തിന് പറ്റിയതാണെന്നാണ് ഷാജിർ പറഞ്ഞത്. അപ്പോൾ ചോറിന് പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാണുമ്പോൾ. അത് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. ചോറിന് പറ്റുന്നില്ല, വെള്ളയപ്പായിരിക്കും ഏറ്റവും. സരിതിക്ക് വെള്ളയപ്പം വേണത്ര. ഞാൻ പറഞ്ഞു വെള്ളയപ്പം ഇപ്പോൾ ഇല്ല, ഈ നേരമായതുകൊണ്ട് വെള്ളയപ്പം കിട്ടില്ല. ശരിയാ, അപ്പോൾ ഉണങ്ങിയ വെള്ളയപ്പായിരിക്കും. അപ്പോൾ രാജേഷിനെ കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ. രാവിലെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം. സ്കൂളിൽ നിന്ന് വന്നു, ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് പൊറോട്ടയ്ക്ക് വേണ്ടി. പൊറോട്ട കൊണ്ടുവരാനായിട്ട് വേണ്ടത് ഇപ്പം ചൂടാറി. ഇത് മെക്സിക്കൻ പൊറോട്ടയും നോക്കിയിട്ട് രാജേഷ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട്, നമ്മുടെ ഷറഫുദ്ദീൻ. രാജേഷ് ഷറഫുദ്ദീൻ എന്നായിട്ട് ഞാൻ പറയാ. ഷറഫുദ്ദീൻ്റെ നല്ല മോച്ചായില്ലേ, സിനിമയുടെ ഷറഫുദ്ദീൻ്റെ മോച്ചായില്ലേ, നല്ല മോച്ചായിണ്ട്. അപ്പോൾ രാജേഷ് ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് അവൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പൊറോട്ട ഒരു എന്തായാലും നീ വരല്ലേ, കുറച്ച് പൊറോട്ട വാങ്ങിച്ച് വരാണെങ്കിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷ് വന്നു. വരണം ചൂടുള്ള പൊറോട്ടയും വാങ്ങിച്ചു കൊടുക്കുന്നത്.
സമയമില്ലേ ഞങ്ങൾക്ക് റബ്ബർ ബാൻഡൊക്കെ വലിച്ചു പൊട്ടിച്ചു ചേട്ടൻ. പൊറോട്ട ദേശീയ ഭക്ഷണം. അതെ ഇരിക്കാ ഇവിടെ ഇറങ്ങിയിരുന്നോ? നിനക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാ? ഞങ്ങൾക്ക് നിനക്ക് പറ്റുന്ന വയ്ക്കി നിനക്ക് ആ ഒരെണ്ണം വെച്ചാൽ മതി. ഒരെണ്ണം ആദ്യം വയ്ക്കി. നമുക്ക് 3 പേർക്ക് ഒരു പ്ലേറ്റ്. നമുക്ക് 3 പേർക്ക് ഒരു പ്ലേറ്റ് മതി. ഇവിടെ മാറ്റി വയ്ക്കാം. ആവശ്യം തുറക്കട്ടത്. ഇതൊരു വെറൈറ്റി ചിക്കനാണ്. ഖത്തറിലുള്ള ഒരു ഷാജിർ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകണം കേട്ടോ. കഴിച്ചു നോക്കി നോക്കി എങ്ങനെയുണ്ട്, കഴിക്കാൻ പറ്റുമെന്ന് ആദ്യം കഴിക്കാൻ പറ്റും. ജഗുന് എന്ത് ചോദ്യം. നല്ല മണം. നല്ല മണം. ഇതിന് ഇതിലേക്ക് ആക്കണില്ല കേട്ടാ. ആവശ്യത്തിനുണ്ട്. അതിൻ്റെ മണം അതന്നെ ഷാജി ഞങ്ങൾ കഴിക്കാൻ കേട്ടോ. അപ്പോൾ പൊറോട്ടയിൽ മുക്കി കഴിക്കാണ്. പൊറോട്ട ഒരു കഷ്ണം വെച്ച് മറ്റേ ടോവിനെ പറഞ്ഞ ചിക്കൻ ഒരു കഷ്ണം വെച്ച് അതിൽ പൊതിഞ്ഞ് കുഴപ്പമില്ല കേട്ടാ. നല്ല രസമുണ്ട് പറഞ്ഞ പോലെ. അപ്പം പറഞ്ഞു അത് കാണാനൊരു മെനിയില്ലെന്നുള്ളു. കാണാനും മെനിയുണ്ട്. കാണാനും മെനിന്നല്ല നീ ഇരിക്കണ ഉണ്ടാക്കുന്നത് കാണുമ്പോ ഇതെങ്ങനെയാവാന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതില്ലേ അവര് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. കിടു സാധനം മുളകുപൊടി മഞ്ഞപ്പൊടി. ഷാജിർ താമരശ്ശേരിയില് റെസിപ്പി നമ്മുടെ ഇഷ്ടം ചിക്കൻ ടച്ച് പോലെ അല്ലേ? ഇതിന്റെ ഇഷ്ടം ഒന്നല്ല. ഉരുളങ്കിഴങ്ങില്ലേ എന്തോ ടേസ്റ്റ്. കഴിക്കാൻ തോന്നില്ലേ? വെന്ത പോലെ വേവണ്ടേ? പുഴുങ്ങിയെടുത്ത പോലെ. പക്ഷെ കഴിച്ചു നോക്കുമ്പോ ടേസ്റ്റ് ഉണ്ട്. എരിവുള്ള പച്ചമുളക് ആവണം. നമ്മുടെ എരിവുള്ളതായിരുന്നു, അതുകൊണ്ട് ഇത് കറി ടേസ്റ്റ് ഉണ്ട്. എരിവുണ്ട്, ആവശ്യത്തിനുള്ള എരിവുണ്ട് അല്ലേ? ഇത് ഹെൽത്തിയാണ്. മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി അങ്ങനെയുള്ള ഒരു ഇതുമില്ല. ഒറ്റ സാധനങ്ങളും ഇല്ല. ഇഞ്ചിയില്ലേ വെളുത്തുള്ളിയില്ലേ ഒന്നുമില്ലേ. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ മറ്റോണം ക്യൂബ് പോലെ ഇട്ടിട്ട് എന്താ കുഴപ്പം? ഇങ്ങനെ പറഞ്ഞ എന്നൊരു ഗംഭീരമായിരുന്നു ഷാജിറ. ഇത് ഇടയ്ക്ക് വെക്കാൻ പറ്റിയ ഒരു ഉഗ്ര സാധനമാണ്. ആർക്കും വെക്കാം, ഒരു ബുദ്ധിമുട്ടില്ല വെക്കാനായിട്ട്. അടിപൊളി പൊറോട്ടയ്ക്ക് പിന്നിച്ചിട്ടുണ്ട് സാധനം. അപ്പം നമുക്ക് നിർത്താം. അപ്പം ഞങ്ങൾ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണാൻ നന്ദി, നമസ്കാരം. നമസ്കാരം.